ഒരു മഹാപ്രളയം നമ്മുടെ നാടിന് വരുത്തി വെച്ച നഷ്ടങ്ങൾ വിലമതിക്കാൻ പറ്റാത്തതാണ്. ഇതിനെ പ്രവചനങ്ങൾക്കതീതമായി കാലവർഷം നീണ്ടുപോവുകയും അതുവഴി ഡാമുകൾ നിറയുകയും നിറഞ്ഞ് കവിയാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഡാമുകൾ തുറക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന അഭിഭാഷകൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾക്ക് കേൾക്കാം. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുള്ള പിന്നാമ്പുറ കഥകളും ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ ആ മുല്ലപ്പെരിയാർ ഡാം ഇന്നും നമ്മൾക്ക് മലയാളികളുടെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മലയാളികൾ ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഡാമിനെക്കുറിച്ചും ഈ ഡാമിൻ്റെ പഴക്കവും കുറിച്ചും പഠനം നടത്തി അദ്ദേഹം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് 142 അടിയിൽ നിന്നും 139 അടിയിലേക്ക് ഈ വെള്ളപ്പൊക്ക കാലത്ത് ഡാമിൻ്റെ ജലനിരപ്പ് താഴ്ത്താൻ സഹായിച്ച ഏറ്റവും സോഷ്യൽ മീഡിയ ഒരു തരംഗമായി ആഘോഷിച്ച വ്യക്തിത്വത്തിനുടമയാണ് അഡ്വക്കേറ്റ് റസൽ ജോയി. അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ചുള്ള കുറേ ആകുലതകളും മലയാളികളുടെ വേവലാതികളും പങ്കുവെക്കുന്ന ഒരു വേളയാണിത്. സാറിനോട് ചോദിക്കട്ടെ, ഈ തമിഴ്നാടിന് യാതൊരു തരത്തിലും അവകാശപ്പെടാൻ ബാധ്യതകളില്ലാത്ത, തമിഴ്നാടുമായിട്ട് ലെവലേശം പങ്കുവയ്ക്കാത്ത, കേരളത്തിൻ്റെ മാത്രം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം എന്തുകൊണ്ട് കേരളം ഈ വിഷയത്തിൽ, ഈ സുപ്രീം കോടതിയിലെ കേസിൽ കേരളം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതല്ലെങ്കിൽ ഈ കേസുമായിട്ട് ആളുകൾക്ക് കൃത്യമായിട്ട് അങ്ങേക്ക് പങ്കുവെക്കാൻ പറ്റുന്ന കുറച്ച് അറിവുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും കേരളമാണ് ശ്രീ വിശാഖം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് റദ്ദാക്കിയ ഒരു കരാറാണ്. അത് വേണ്ട വിധത്തിൽ സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്യാനായിട്ട് കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ കൂടി മാത്രം ഒഴുകി കേരളത്തിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദി ഒരു ഇൻ്റർ സ്റ്റേറ്റ് റിവർ എന്നാണ് സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്. അതായത് അന്തർ സംസ്ഥാന നദി എന്നാണ് സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്. അത് തീർത്തും തെറ്റായ ഒരു ഫൈൻഡിങ് ആണ്. അതൊരു ഇൻട്രാ സ്റ്റേറ്റ് റിവറാണ്. കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ മാത്രം ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും തമിഴ്നാടിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് ഈ നദിയിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ രണ്ട് കാര്യത്തിലും കേരള സർക്കാർ വളരെ പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സർ, ഈ ഡാം ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ഡാം എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് സാർ ഒന്ന് പറയാം? ലോകത്തിൽ 123 വർഷം പഴക്കമുള്ള ഒരു ഡാമും തന്നെ ഇല്ല. ഈ ഇല്ലാത്തതിന് കാരണം പഴക്കമുള്ള ഡാമുകളെല്ലാം ഒന്നുകിൽ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ അതാത് ഗവൺമെൻറ്, അതായത് നിശ്ചയദാർഢ്യമുള്ള ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റുകൾ ഈ ലോകത്തുണ്ടെന്നുള്ള തെളിവാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ഡാമുകൾ അവർ തന്നെ ജനങ്ങളുടെ താല്പര്യാർത്ഥം ഡീകമ്മീഷൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പഴക്കമുള്ള ഒരു ഡാം ലോകത്തിൽ വേറെ ഇല്ല. അപ്പോൾ ഈ ഡാമിൻ്റെ സുരക്ഷിതത്വം, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് എന്താണ് ശരിക്കുമുള്ള അങ്ങയുടെ വ്യൂ എന്താണ്? ശരിക്കും ജനങ്ങൾ ഇവിടെ അതിനെക്കുറിച്ചൊന്നും അവെയർ അല്ല. കാരണം ഇതിൻ്റെ സുരക്ഷിതത്വം എത്രമാത്രം ഉണ്ട്. നമുക്ക് കുറച്ച് റിപ്പോർട്ട്സുകൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ചില കമ്മീഷനിലൂടെയൊക്കെ നമുക്കിങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത? അല്ലെ ശരിക്കും ഇതിൻ്റെ സുരക്ഷിതത്വം, ഈ ഡാം സുരക്ഷിതമാണോ അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? അത് ജോമി പറഞ്ഞത് കറക്റ്റാണ്. അത് പല ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട്, പല പ്രമുഖ വ്യക്തിത്വങ്ങളും പറയുന്നുണ്ട് ഈ ഡാം സുരക്ഷിതമാണെന്ന്. അപ്പോൾ സാധാരണ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡാം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കും. പക്ഷേ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. മറ്റുള്ളവർ ഇപ്പോൾ എത്ര വലിയ പ്രഗത്ഭരായാലും ജഡ്ജി ആയാലും എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും IAS കാരനായാലും അവരുടെ ബുദ്ധി ഒന്ന് കടം വാങ്ങിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ ബുദ്ധി വെച്ച് ആലോചിക്കുക. ഒരു ഡാം ഇന്നുള്ള ടെക്നോളജിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടിക്കളിയായി ഉണ്ടാക്കി വെച്ചൊരു ഡാം, അങ്ങനെ ഒരു ഡാം സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കാൻ സാധാരണ ബുദ്ധിയുള്ളവനൊന്നും കഴിയില്ല. ഒരു ആവറേജ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല. പിന്നെ ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാം മെയിൻ്റനൻസ്, സ്ട്രെങ്തണിങ് മെഷേഴ്സ്, അങ്ങനെ ഇത് സ്ട്രെങ്ത് ആക്കി കൊണ്ടുവന്നു എന്നാണ് പൊതുവേ പറയാവുന്നത്. അങ്ങനെ ഒരു ടെക്നോളജി ഇല്ല. ഡാം സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് കുറ്റമറ്റ
ഒരു ടെക്നോളജി ഇല്ല. ഡാമിൻ്റെ സൈഡിലെങ്ങാനും കുറച്ച് സിമെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലാസ്റ്റർ ചെയ്യാം എന്നല്ലാതെ കുറ്റമറ്റ ഒരു ടെക്നോളജി ഇല്ല. 20 വർഷം മുമ്പ് കേബിൾ ആങ്കറിങ് നടത്തിയ ഒരു കോൺട്രാക്ടറെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകനും ആ കോൺട്രാക്ടറും കൂടി ആണ് ഈ വർക്കിന് നേരിട്ട് പോയി പങ്കെടുത്തത്. അദ്ദേഹം ഇന്നില്ല, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് പറഞ്ഞു കേബിൾ ആങ്കറിങ്ങാണ് നടത്തിയത്. കേബിൾ ആങ്കറിങ് ആണ് 95 സ്ഥലത്ത് 35 കമ്പികൾ വീതം പാറ വരെ തുറന്ന് ഇറക്കി കമ്പികൾക്കുള്ളിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് കേബിൾ ആങ്കറിങ്. ഈ കേബിൾ ആങ്കറിങ് നടത്തിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു സദസ്സിൽ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കേബിൾ ആങ്കറിങ് നടക്കാൻ 90 ലക്ഷത്തിൻ്റെ കരാറ്. ഞങ്ങളവിടെ വഞ്ചിയിൽ ഈ സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ട് പോയി പാറ വരെ തുറക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ ആത്മാർത്ഥമായിട്ടോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വെള്ളത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ 20 വർഷം മുമ്പുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ പാറ വരെ തുറക്കുക എന്നുള്ളത് അത് ടോട്ടലി ഇമ്പോസിബിൾ ആയിരുന്നു. തുറക്കാൻ പറ്റുന്നിടത്തോളം തുറന്നു, കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. അന്നേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് ദൈവമേ ഈ പൈസ 90 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നതിൽ 10 ലക്ഷം കൊണ്ട് ഈ പണി തീർക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ ചെയ്ത ഈ കേബിൾ ആങ്കറിങ് അത്ര പെർഫെക്റ്റ് അല്ല, സുരക്ഷിതമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ സിമെൻറ്റ് ക്യാപ്പിംഗ്. അത് 23 ഒരടിക്ക് 23 ടൺ വെയിറ്റ് വരാണ്. അത് മേലെ മാത്രമാണ് RCC ക്യാപ്പിംഗ് ഉള്ളത്. അടിയിലേക്ക് അതിൻ്റെ അത്രയും ടൺ ഒരടിക്ക് 23 ടൺ. അങ്ങനെ അടിയിലേക്ക് സ്ട്രെങ്ത്ത് വെയിറ്റ് വരുന്നത് കൊണ്ട് അടിയിലത്തെ പാറയൊക്കെ പൊടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇങ്ങനെ ഒരുപാട് സ്ട്രെങ്തനിങ് മെഷേഴ്സ് ചെയ്ത് ഉള്ള സ്ട്രെങ്ത്ത് കുറച്ചിട്ടുണ്ട്.